കളങ്കാവൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രതീക്ഷകൾ? എന്താ പറയുക, സിനിമാ മേഖലയെ ഞെട്ടിച്ചു കളഞ്ഞ് ആ ഒരു ഒറ്റ പോസ്റ്റർ വന്നതോടുകൂടി സിനിമാ മേഖലയിൽ ആ പോസ്റ്ററിൽ നിന്ന ആ മുഖം ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു സംഭവമില്ല. പിന്നെ ഈ കളങ്കാവൽ എന്ന പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്ക കമ്പനിയുടെ 7ാമത്തെ ചിത്രം. പക്ഷെ നായകൻ അദ്ദേഹമല്ല, അതാണ് അതിൻ്റെ വലിയ രസം. വിനായകൻ എന്ന വളരെ തന്മയത്തോട് നല്ല ഇതായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് വിനായകൻ. അദ്ദേഹത്തെ പിടിച്ചാണ് നായകനാക്കിയിരിക്കുന്നത്. ഇദ്ദേഹം ആ പടത്തിലെ വില്ലനും. അപ്പം പിന്നെ നമുക്കവിടെ അറിയാം, നമുക്കിപ്പോൾ ഓരോ പടങ്ങളും അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് വളരെ സെലക്റ്റീവായിട്ട് ഉള്ള ഡയറക്ടർമാരെയും കഥ നോക്കിയാണ് അദ്ദേഹം സെലക്റ്റീവ് ആയേക്കുന്നത്. ഓരോ കഥാപാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത് അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യാൻ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും കളങ്കാവൽ എന്ന സിനിമ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവും. അപ്പം അദ്ദേഹം വില്ലനായിട്ട് വരുമ്പം എത്രത്തോളം പ്രതീക്ഷയുണ്ട്? അദ്ദേഹം വില്ലനായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിധേയൻ എന്ന സിനിമയും പിന്നെ പാലേരി മാണിക്യം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനും വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ് ഇത്. കാരണം അദ്ദേഹത്തിന്റെ ഈ ലുക്ക് ഒരു വ്യത്യസ്ത രീതി, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഇതാണ് വന്നേക്കുന്നത്. ആ വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കാണ് ആ പടത്തിൽ വന്നേക്കുന്നത്. പിന്നെ നടപ്പും അദ്ദേഹത്തിന്റെ ശരീര ഭാഷയും ഒക്കെ വ്യത്യസ്തമായിരിക്കുള്ളൂ. കാരണം അതേപോലെയാണ് ആ പോസ്റ്റർ കണ്ടിട്ട് എല്ലാ പ്രേക്ഷകരും, സിനിമ ആസ്വദിക്കുന്ന എല്ലാവരും വിലയിരുത്തിയേക്കുന്ന അങ്ങനെയല്ല. കൊടൂര വില്ലനിസം ആയിരിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതെ, അങ്ങനെ പറഞ്ഞ് കേട്ടത് നമുക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ ഇനി സ്ക്രീൻ പ്രസന്റേഷനിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അത് യാതൊരു സംശയവുമില്ല. അത് തന്നെ ആയിക്കോളൂ. ആ പറഞ്ഞ വാക്കിൽ 1% കൂടുതൽ പെർഫെക്റ്റ് ആകാനേ സാധ്യതയുള്ളൂ. ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനകത്ത് ആരെയോ കാറിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വലിച്ച് ഇറക്കുന്ന കാലിൽ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഒരു സീനാണ് നമുക്കും തോന്നിയത്. എന്തായാലും അതൊരു കിടിലൻ ഒരു ആക്ഷൻ സീൻ തന്നെയാണ്. എന്തായാലും കളങ്കാവൽ ആ പേര് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരുമാണ്. ഇദ്ദേഹത്തിന്റെ മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന സിനിമകളും എല്ലാം വ്യത്യസ്ത കഥകളും വ്യത്യസ്ത കഥാപാത്രങ്ങളും ഒക്കെയാണ്. എന്തായാലും കളങ്കാവൽ നല്ലൊരു ചിത്രം തന്നെ ആയിക്കോളൂ. മലയാള സിനിമക്ക് വീണ്ടും അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് ഇപ്പൊ മമ്മൂക്ക കമ്പനിയുടെ ഈ 7ാമത്തെ ഈ ചിത്രം. അപ്പോൾ ഈ പോസ്റ്ററിനകത്തൊക്കെ വിനായകന്റെ പേരാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു വിപ്ലവം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. മമ്മൂക്കയുടെ ഒരു മെഗാസ്റ്റാറിന്റെ പടത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാവരും അങ്ങനെയും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മമ്മൂക്ക കമ്പനി ആയതുകൊണ്ടായിരിക്കത്തില്ല അങ്ങനെ വന്നത്? അതൊരു തുടക്കമാവട്ടെ അല്ലേ? അതല്ല, മമ്മൂക്ക കമ്പനി ആണെങ്കിൽ മമ്മൂക്കയുടെ പേര് മമ്മൂക്കൊക്കെ ആണെങ്കിൽ ഹൈ ഇതായിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ ഇല്ല, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത്. അത് ഇതില് പ്രധാന കഥാപാത്രമായിട്ട് വന്നത് വിനായകനെ തന്നെ ഹൈ ആയിട്ട് അദ്ദേഹം മുമ്പിൽ നിർത്തി. ഇപ്പോൾ നായകനെന്നോ വില്ലനെന്നോ നോക്കാതെ നല്ല കണ്ടന്റുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു കാലം അതിനൊരു തുടക്കമാവട്ടെ അല്ലേ? തുടക്കമാണ്. കാരണം ഒരു കഥാപാത്രമാണ് അതിൽ. അതിൽ വില്ലൻ എന്നുള്ള അങ്ങനെയുള്ളതൊന്നല്ല, നായകൻ എന്നല്ല. എല്ലാവരും നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു കഥാപാത്രം തന്നെ ഇപ്പോൾ വിനായകൻ ചെയ്യുന്നത്. കാരണം മമ്മൂക്കൊക്കെ ഒരുപാട് മുൻപിലാണോ പുറകിലാണോ എന്നൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള കഥ അവർ ഓരോ ശരീരഭാഷക്ക് ശരീരഘടനയൊക്കെ പറ്റിയാണുള്ള തിരഞ്ഞെടുക്കുന്നത്. എന്തായാലും നല്ലൊരു ചിത്രം തന്നെയായിരിക്കും. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയതായിരിക്കും കളങ്കാവൽ എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ അഭിനന്ദനങ്ങൾ ഇപ്പോഴേ അർപ്പിക്കുന്നു. താങ്ക് യു.